മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി പറഞ്ഞ മറുപടി തീർത്തും നിർഭാഗ്യകരമായ ഒന്നാണ്. സർ, നമ്മുടെ സർക്കാർ ജീവനക്കാർ ഭരണഘടനാപരമായി ഭരണനിർവഹണത്തിൻ്റെ ഭാഗമാണ് എന്നെല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റെ പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥരാണ്. അവരുടെ സേവന വ്യവസ്ഥകൾ നിയമപ്രകാരവും ചട്ടപ്രകാരവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാലാകാലങ്ങളായി ജീവനക്കാരുടെ നിയമനത്തിലും സ്ഥലമാറ്റത്തിലുമെല്ലാം വ്യവസ്ഥാപിതമായ മാർഗങ്ങളും നിലവിലുള്ളതാണ്. പക്ഷേ ഇവിടെ ഭരണപക്ഷത്ത് നിന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഭരണമാറ്റം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ജീവനക്കാരെ അന്യായമായും ചട്ടവിരുദ്ധമായും സ്ഥലമാറ്റ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ കൃത്യമായി ബഹുമാനായ പ്രമേയ അവതാരകൻ രേഖ തന്നെ ഉദ്ധരിക്കുകയുണ്ടായി. ഒരു ഭരണകക്ഷി അനുകൂല സർവീസ് സംഘടന നിർദ്ദേശം നൽകുകയാണ് ഇന്ന മാറ്റം നടത്തണമെന്ന്. അതേപോലെ തന്നെ ആ കാര്യം നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. സർ, ഇങ്ങനെ മാറ്റിയവരെ നോക്കിയാൽ ഗുരുതരമായ രോഗം ബാധിച്ചവർ, ദീർഘകാലമായി ചികിത്സയിലിരിക്കുന്നവർ, റിട്ടയർ ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവർ, വനിതകൾ, ക്ലാസ് 4 വിഭാഗം ജീവനക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ, ഇങ്ങനെയെല്ലാം ഉള്ളവരെ സാധാരണ നിലക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് ഇവരെല്ലാം. പക്ഷേ അവരെയെല്ലാം തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയിരിക്കുന്നു. മനുഷ്യത്വരഹിതമായി വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ കൃത്യമായി പ്രമേയ അവതാരകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഡേറ്റ് സഹിതം. സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു മാനദണ്ഡവുമില്ലാതെ സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിനിടയാക്കിയ ചില സംഘടനാ ഭാരവാഹികൾ നൽകിയ കത്ത്, അതിൻ്റെ ഭാഗമായി നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ. സർ, അതിനാരാണ് അധികാരം നൽകിയത്? എങ്ങനെയാണ് അത്തരമൊരു അധികാര വിനിയോഗം നടന്നത്? ആരാണ് ഇവരെ ഇതിന് ചുമതലപ്പെടുത്തിയത്? സർ, നിയമപ്രകാരം ഇവർക്ക് എന്ത് അധികാരമാണ് ഇതിനൊക്കെയുള്ളത്? ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥർ അവരെ ആരായാലും ഇതെല്ലാം പൊതു താൽപ്പര്യത്തിനാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഉപകാരസ്മരണയായിരിക്കാം. സർ, പൊതു താൽപ്പര്യം നിശ്ചയിക്കാൻ ഇവർക്കാരാണ് അധികാരം നൽകിയിട്ടുള്ളത്? ഇത്തരം ഉത്തരവുകൾ പ്രഥമദൃഷ്ട്യാ ശരിയല്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുകൾ സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായത്. സർ, അത് യഥാർത്ഥത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമല്ലേ? സർ, ഇവിടെ സംഘടനാ ലെറ്റർ ഹെഡിൽ
സ്ഥലം മാറ്റ നിർദ്ദേശം നൽകി അതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനിടയാക്കിയ അത്തരം വകുപ്പ് മേധാവികളെ ഭീഷണിപ്പെടുത്തി ഉത്തരവ് ഇറക്കിച്ചവരുണ്ട്. സർ, അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണ്ടേ? ഇവിടെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ മറികടന്ന് ഇതേവരെ നടത്തിയിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ എല്ലാം പുനഃപരിശോധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്യുന്നതിനുള്ള ആർജവം സർക്കാർ കാണിക്കേണ്ടതായിട്ടുണ്ട്. സർ, ചില സ്ഥാപിത താൽപ്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപ്പര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. ഈ രീതി തിരുത്തിയേ പറ്റൂ. അത് ഭരണമാറ്റത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നത് ഒരു തരത്തിലും യോജിച്ചതല്ല. ഈ അനീതിക്കെതിരെ ജീവനക്കാർ പ്രക്ഷോഭരംഗത്ത് വന്നത് കണ്ടില്ലേ? ഇന്നലെ നടന്ന നിയമസഭാ മാർച്ച് ഒരു മുന്നറിയിപ്പായി കാണേണ്ടതായിട്ടുണ്ട്. സർ, 2000-ഓളം ജീവനക്കാരെയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ സ്ഥലം മാറ്റിയിട്ടുള്ളത്. നമ്മുടെ മന്ത്രി സ്റ്റാഫിലേക്ക് വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണമല്ല ഇത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിന് പൊതുമാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് 2017 ഫെബ്രുവരി 25 ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവിന് അനുസൃതമായി ഓരോ വകുപ്പും പ്രത്യേക നിബന്ധനകൾ ഉൾപ്പെടുത്തി ഓൺലൈൻ സ്ഥലം മാറ്റം പ്രാവർത്തികമാക്കുകയായിരുന്നു. സർ, ഇതോടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. സ്ഥലം മാറ്റം സുതാര്യവും മാനദണ്ഡപ്രകാരവും അഴിമതിരഹിതവുമായി എന്നതാണ്. ആ തരത്തിലാണ് സ്ഥലം മാറ്റം ഇവിടെ നടന്നിരുന്നത്. സർ, അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് നടപടികൾ പൂർത്തീകരിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് വിവിധ വകുപ്പുകൾ പൊതുസ്ഥലം മാറ്റത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് തയ്യാറാക്കിയ കാര്യങ്ങൾ നടപ്പാക്കാൻ ആ ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അത് കൃത്യമായി പരിശോധിച്ചല്ലേ കാര്യങ്ങൾ നീക്കേണ്ടിയിരുന്നു. എന്തപാകതയാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക? സർ, ഇവിടെ മറ്റൊരു പ്രശ്നവും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ്. അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. കരാറടിസ്ഥാനത്തിൽ തുടർച്ചയായി സേവനം നടത്തി വരുന്ന അവിടെയുള്ള ജീവനക്കാർ, അവരിൽ ചിലരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടക്കുന്നുവെന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. സർ, ഇവർക്കെല്ലാം സ്ഥിര നിയമനത്തിന് അർഹതയുണ്ട് എന്ന് വിവിധ ഘട്ടങ്ങളിൽ കോടതികൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇത് ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ ജോലി കളയുന്നത് ഒരു തരത്തിലും മനുഷ്യത്വപരമായിരിക്കില്ല എന്ന് ഓർമ്മിക്കണം. സർ, ഇവിടെ അദ്ദേഹം പരാമർശിക്കാത്തൊരു കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. അതുകൂടി സ്പർശിച്ചു പോകുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. അങ്ങേക്ക് ഇനി എത്ര സമയം കൂടെ വേണം? ഇനി 2 മിനിറ്റേ വേണ്ടു. നവമാധ്യമങ്ങളിൽ വരുന്ന ചില ട്രോളുകൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപ് ജീവനക്കാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെടുത്തതായി കണ്ടു. സർ, അതെത്രമാത്രം ക്രൂരതയാണെന്ന് നോക്കണം. അസഹിഷ്ണുതാപരമായ നടപടിയായിട്ടല്ലേ അത് മാറുന്നത്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും
എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർ, കൃത്യമായ സർവീസ് സീനിയോറിറ്റിയും പരിഗണനാർഹമായ ഇതര യോഗ്യതകളും അനുസരിച്ച് സുതാര്യമായി നടത്തിവരുന്ന പൊതുസ്ഥലമാറ്റം അതാണ് കേരളത്തിൽ നടന്നു വന്നത്. അത് അട്ടിമറിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് നമ്മുടെ ബഹുമാനായ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത്. നീതിരഹിതമായ സ്ഥലം മാറ്റം തുടരും എന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം തന്നെയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന് വിധേയമായിട്ടുള്ളത്. വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സാർ, നമ്മുടെ നിലവിൽ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സ്ഥലം മാറ്റങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ചു മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയ ഗവൺമെൻറ് ഉത്തരവ് 3/2017 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഓൺലൈനായി പരമാവധി വകുപ്പുകൾ നടത്തണം എന്ന് നിശ്ചയിച്ചൊരു കാലത്തിന് ശേഷമുള്ള വിഷയമാണ് സാർ ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, മന്ത്രി മറുപടിയിൽ പറഞ്ഞതുപോലെ, ഒരു ഗവൺമെൻറ് മാറി വരുമ്പോൾ നയപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രവർത്തന സൗകര്യാർത്ഥം ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സാധാരണയാണത് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ മാനദണ്ഡങ്ങളെ ആകെ കാറ്റിൽ പറത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടന്ന ട്രാൻസ്ഫറുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങേക്കറിയാവുന്നതുപോലെ സത്യപ്രതിജ്ഞയ്ക്കും ശേഷം ഓരോ വകുപ്പിൻ്റെയും മന്ത്രിമാരാരാണെന്നോ ഏതൊക്കെ പാർട്ടിക്കാണോ ആ വകുപ്പുകൾ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ചില സർവീസ് സംഘടനകൾ അവരുടെ പ്രത്യേക നിർദ്ദേശം വിശദീകരണക്കുറിപ്പിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലം മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ രംഗത്ത് പ്രാപ്യമായ ഗുണകരമായ ഒന്നാണോ എന്ന് അങ്ങക്ക് പരിശോധിക്കാൻ പറ്റുമോ? സാർ, ഇവിടെ ചിലത് വായിച്ചു, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. കേരള NGO അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AM ജാഫർ ഖാൻ്റെ പേരിൽ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് വഴുതക്കാടിന് അയച്ചു കൊടുത്ത ഒരു കത്തിൻ്റെ കോപ്പിയാണ് സാർ. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴുതക്കാടുള്ളയാളെ വടക്കാഞ്ചേരിയിലേക്ക്, തലശ്ശേരിയിലുള്ളയാളെ മാനന്തവാടിയിലേക്ക്. ഇത് ഏത് ഉദ്യോഗസ്ഥ താല്പര്യത്തിനും ഏത് ഔദ്യോഗിക സംവിധാനത്തിനും വേണ്ടിയാണ് സാർ? ഇങ്ങനെ ഒരു കത്ത് കൊടുത്താൽ ആ കത്ത് കൊടുക്കുകയും അത് നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താണ് സാർ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മാത്രം പ്രശ്നം തീരുമോ? ഗുരുതരമായൊരു വിഷയമല്ല. അങ്ങേക്കറിയാം, ഇപ്പോൾ ജൂൺ മാസം, മെയ് മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും അധ്യയനം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് വില്ലേജ് ഓഫീസുകൾ അതുമായി ബന്ധപ്പെട്ട എത്രയോ രേഖകൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് വില്ലേജ് ഓഫീസർമാരെ തലങ്ങും വിലങ്ങും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ. നിങ്ങൾ വില്ലേജ് ഓഫീസർമാരെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ മാറ്റും എന്നാണ് നടപടിയെങ്കിൽ ജൂൺ കഴിഞ്ഞൊന്ന് മാറ്റാൻ തീരുമാനിക്കണ്ടേ? മെയ് മാസം, ജൂൺ മാസം തലങ്ങും വിലങ്ങും മാറ്റിയാൽ അങ്ങേക്കറിയാവുന്നതുപോലെ നിയമപരമായി സ്ഥലം മാറുമ്പോൾ ഒരു ജോയിനിങ് ടൈം 7 ദിവസം കൂടി അവർക്ക് എടുക്കാൻ പറ്റും. അതുകൂടി വെച്ചാൽ ഇത്തവണത്തെ കോളേജ് അഡ്മിഷനും സ്കൂൾ അഡ്മിഷനും എങ്ങനെയാണ് സാർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള രേഖകൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക? സാർ, സെൻസസ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ 2027 മാർച്ച് വരെ സ്ഥലം മാറ്റം പാടില്ല എന്നൊരു ഗവൺമെൻറ് ഉത്തരവ് നിൽക്കുകയാണ് സാർ. അങ്ങനെ ഒരു ഗവൺമെൻറ് ഉത്തരവ് നിൽക്കുമ്പോൾ സെൻസസ് ഡ്യൂട്ടിയിൽ ചുമതലപ്പെട്ട ആളുകൾ ഉൾപ്പെടെ മാറ്റുകയാണ്. റവന്യൂ വകുപ്പിൽ അങ്ങേക്ക് അറിയാവുന്നതുപോലെ HRMS നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്റ്റേഷനകത്തേക്ക് നിയമിക്കുന്ന ആളുകളെ മാറ്റാം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഒരു സ്റ്റേഷനകത്തേക്ക് ചുമതലപ്പെടുന്നവരെ ആ സ്റ്റേഷനകത്ത് മാറ്റാം. 3 കൊല്ലം വരെ പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ ആ സ്റ്റേഷനകത്ത് സാധ്യമാണ്. പക്ഷേ ആ സ്റ്റേഷനും വിട്ട് മാറ്റുന്നതിൻ്റെ പിന്നിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് സാർ? സാർ നോക്കണം, ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ NGO അസോസിയേഷൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ അങ്ങയുടെ വിജിലൻസ് തന്നെയാണ് പിടികൂടിയത് സാർ. പിണറായിയുടെ വിജിലൻസ് അല്ല. ശ്രീ VD സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ വിജിലൻസ് തന്നെ NGO അസോസിയേഷൻ്റെ ഒരു നേതാവിനെ പിടികൂടുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വരികയും ചെയ്യല്ലേ സാർ? ആലപ്പുഴയിലെ റവന്യൂ മേഖലയിൽ നടത്തിയ കൂട്ട സ്ഥലം മാറ്റം പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് കാറ്റ് നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ ഘട്ടത്തിൽ വായിക്കാൻ പറ്റേണ്ടല്ലേ സാർ? തിരുവനന്തപുരത്ത്, ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സാർ. തിരുവനന്തപുരത്ത് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാന്റെ PA, ആ PA വീണ്ടും ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ് തിരിച്ചു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വന്നപ്പോൾ ഇവിടെ ഒഴിവുണ്ടായിട്ടും ഇവിടെ നിയമിക്കാൻ പറ്റാത്തത് കൊണ്ട് തൃശ്ശൂരിലേക്ക് മാറ്റി നിയമിച്ചു. പ്രശ്നമില്ല. പക്ഷെ തൃശ്ശൂരിൽ സീറ്റില്ല. PSCയിലൂടെ
ജോലി കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയെ ജോലിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടാണ് സാർ അവിടെ അയാളെ ജോലിക്ക് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏത് മാനദണ്ഡമാണ് സാർ, ഏത് മര്യാദയാണ് PSUയിലൂടെ ജോലി കിട്ടിയ ഒരാളെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഒരു പ്രതികാര നടപടിയുടെ പേരിൽ ഒരാളെ വെക്കുകയാണോ സാർ? സാർ, അത്തരം ഉത്തരവിറക്കുന്ന അധികാരികളൊന്നും അങ്ങനെ എളുപ്പത്തിൽ ഈ ഉത്തരവിന്റെ കഥ പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റുമെന്ന് കരുതരുത്. നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. സാർ, ഇതിന്റെ അടിയന്തരം എന്താണ്? ഇവിടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ സർക്കാർ ഏറ്റവും നിഷേധാത്മകമായി ഞങ്ങളിങ്ങനെ ഉത്തരവിറങ്ങും ഒരു ഗവൺമെന്റ് വന്നാൽ എന്നു കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാർ ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. സർ, നിലവിലുള്ള മാനദണ്ഡങ്ങൾ വിരുദ്ധമായാണ് സർക്കാർ ജീവനക്കാരെ വ്യാപകമായി സ്ഥലം മാറ്റുന്നത്. ഗുരുതര രോഗമുള്ളവർ, ചികിത്സയുള്ളവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, വനിതകളുണ്ട്, ക്ലാസ് 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ ഉൾപ്പെടെയാണ് സർ ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും വേണ്ടപ്പെട്ടവരെ അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് നിയമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇതെല്ലാം ഒരാവർത്തി പറഞ്ഞു കഴിഞ്ഞതാ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞോളൂ. പറയാം സാർ. സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഇത്തരം സ്ഥലമാറ്റ നടപടി ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സർ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെയ് 2-ന് വിദ്യാലയങ്ങൾ പുതുതായി അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരുടെ മക്കൾ അവിടെ ചേരുകയും പുതുതായി ചേരുകയും ഈ സ്ഥലം മാറ്റം വന്നതോടുകൂടി വീണ്ടും അവരെ മാറ്റിച്ചേർക്കുന്ന ഒരു ദുരാവസ്ഥ ഉണ്ടായിട്ടുണ്ട് സാർ. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം മുൻ സർക്കാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മേന്മയുടെ അടിസ്ഥാനത്തിൽ ഏത് സ്കൂൾ പോയാലും നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം നേടുന്നത്. പക്ഷെ അവരുടെ മാനസികമായ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നത്. നടപടി കൃത്യമായ രീതിയിലല്ല കൊണ്ടുപോയത്. അത് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്ത സാഹചര്യത്തിൽ, അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ സഭ വാക്കൗട്ട് ചെയ്യാണ് സാർ. ഓക്കെ. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഏതായാലും സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ